ഗ്ലെൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ആകുന്നത് 2007 കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ 233 കോടി രൂപയാണ്. കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ പാക്കേജിംഗ് പ്രോസസ്സാണ് കമ്പനി ചെയ്തു കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2022 കമ്പനി ഒരു യു ഷേപ്ഡ് പേപ്പർ സ്ട്രോ ഉണ്ടാക്കുകയുണ്ടായി. കമ്പനിക്ക് ഓൾറെഡി യൂറോപ്പ്, USA, ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ഉണ്ട്. അതുപോലെ കമ്പനിയുടെ എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഹോട്ടൽസ്, കഫേസ്, അതുപോലെ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. 63 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് എൻറ്റയർലി കമ്പനി ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് തന്നെ അവർക്ക് വെസ്റ്റ് ബംഗാളിൽ ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. IPO ഓപ്പൺ ആകുന്നത് ജൂലൈ 8 ക്ലോസ് ആകുന്നത് ജൂലൈ 10 അലോട്ട്മെന്റ് വരുന്നത് ജൂലൈ 11 കമ്പനിയുടെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 92 രൂപയ്ക്കും 97 രൂപയ്ക്കും ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ 1200 രൂപയുടെ ഷെയറുകളായിട്ടായിരിക്കും ഓരോ ലോട്ട് അവൈലബിൾ ആകുന്നത്. പക്ഷേ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2 ലോട്ടുകളായിരിക്കും. അതായത് 2400 ഷെയറുകളുടെ 2 ലോട്ടുകൾ ഏറെക്കുറെ 2,20,000 രൂപയായിരിക്കും അപ്പോൾ അതിന്റെ പ്രൈസ് വരുന്നത്. കമ്പനിയുടെ റീറ്റെയിലേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ കോട്ട എന്ന് പറയുന്നത് 32%. അതുപോലെ ഇപ്പോഴത്തെ നിലവിൽ കമ്പനിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എക്സ്പെക്ട് ചെയ്യുന്നത് 30%. അതായത് 92 രൂപയിൽ നിന്ന് 30 കൂടി ഏകദേശം 127 രൂപയായിരിക്കാം ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് വെച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പ്രീമിയം എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ 2023 റവന്യൂ എന്ന് പറയുന്നത് 119 കോടിയാണ്. അത് 2024 145 കോടിയാവുകയും 2025 171 കോടിയാവുകയും ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023 1,49,00,000 രൂപയാണ്. അത് 2024 8,58,00,000 രൂപയാവുകയും 2025 ആയപ്പോൾ 18,27,00,000 രൂപയാവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു കമ്പനിയുടെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് ബ്രോക്കറും അല്ല. താങ്ക് യു.